വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 27 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക. സുവിശേഷത്തിൽ നാം കാണുന്നു, മനുഷ്യകുലത്തിൻ്റെ ആത്മീയ ദാരിദ്ര്യം അകറ്റാൻ തൻ്റെ മകൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകാൻ തയ്യാറാകുന്ന പിതാവും അതിന് തയ്യാറായി നിൽക്കുന്ന പുത്രനും. നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിക്കൽ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷിക്കാനായി ക്രിസ്തു വിളമ്പി വയ്ക്കപ്പെടുന്ന തിരുമണിക്കൂറിനെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ആ മണിക്കൂറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തൻ്റെ മണിക്കൂറിനെക്കുറിച്ച് അവബോധമുള്ളവനാകുന്ന ക്രിസ്തു, സുവിശേഷത്തിലേറെ അത്ഭുതപ്പെടുന്ന ക്രിസ്തു ചിത്രം വരാനിരിക്കുന്ന തൻ്റെ സഹനങ്ങളെക്കുറിച്ച് കൂസലില്ലാതെ ചുറ്റും നിൽക്കുന്നവർക്ക് അവൻ തന്നെ പല ആവർത്തി മുന്നറിയിപ്പ് കൊടുക്കുന്ന രംഗങ്ങളാണ്. കർത്താവെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് കേട്ടു നിൽക്കുന്ന ശിഷ്യർ പറയുന്നുണ്ടെങ്കിലും ഗുരുവിന് ആ തിരുമണിക്കൂറിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. മണിക്കൂറിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പും പ്രകാശത്തിലേക്കുള്ള ക്ഷണവും ജനക്കൂട്ടത്തിന് മുമ്പിൽ ആ മണിക്കൂറിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും അവരെ പ്രകാശത്തിൻ്റെ മക്കളാകാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിറയെ അന്ധകാരം ബാധിച്ചു കഴിഞ്ഞു. വെളിച്ചം നേടുക രക്ഷയുള്ളൂ. ആ വെളിച്ചം കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവാണ്. വെളിച്ചത്തിലേക്ക് നടക്കലാണ് മാനസാന്തരം. അവനിലേക്ക് ഓരോ ദിവസവും അടുത്തു വരാൻ പരിശ്രമിക്കാം. നാം പരിചയപ്പെടുന്ന വിശുദ്ധ പ്രധാന മാലാഖമാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ. ദൈവത്തിൻ്റെ അശരീരിയായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും, എത്ര മഹാവിപത്തുകളാണ് നമ്മെ വലയം ചെയ്യുന്നെങ്കിലും ഈ രക്ഷകർത്താക്കളുടെ സംരക്ഷണം നമുക്ക് ഭയപ്പെടാനില്ല. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.